بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب يسر ولا تؤثر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا رب تمن بالخير والسعادة اللهم اغفر لنا ولمشايخنا ولمصنفي هذا الكتاب ولجميع المصنفين والمحسنين وتقبل منا بلغنا حج بيتك الحرم وتقبل جميع أعمالنا وخدماتنا. ബഹുമാനികളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട മസ്അലകളെ ഹദീസുകളിലൂടെ ഞാൻ പറയുകയാണ്. അതിൽ മുടി കളയുന്ന ഭാഗമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടി കളയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചു തന്നു. ബാബുൽ ഹൽഖ് മുടി കളയൽ. അൽ ഫസ്ലുൽ അവ്വൽ ഒന്നാമത്തെ ഭാഗം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലക റഅസഹു അവരുടെ തല കളഞ്ഞു. ഫി ഹജ്ജത്തുൽ വദാഇ ഹജ്ജത്തുൽ വദാഇൽ വഉനാസും മിൻ അസ്ഹാബിഹി നബിയുടെ സ്വഹാബിമാരിൽ കുറെ ആളുകളും ഫഖസ്സറ ബാബുഹും ചിലരെ മുടി വെട്ടുകയും ചെയ്തവരുമുണ്ട്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞാൽ മുടി കളയുകയും ചെയ്യാം, വെട്ടുകയും ചെയ്യാം, രണ്ട്. ഇനി മറ്റൊരു ഹദീസ്, പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ കളയാ ചെയ്തു. അപ്പൊ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇനി മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഖാല ലീ മുആവിയ, എന്നോട് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഖസ്സർതു മിൻ ബഅസി, ഞാൻ വെട്ടിക്കൊടുത്തു, മിൻ ബഅസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ തലയിൽ നിന്നും ഇൻദൽ മർവത്തി മർവയുടെ അരികിൽ വെച്ച്, ബി മിഷ്കസിൻ ഒരു കത്തി കൊണ്ട് ഞാൻ വെട്ടിക്കൊടുത്തു. ഇവിടെ മുടി കളഞ്ഞതായിരിക്കും ഉദ്ദേശം. അപ്പൊ വെട്ടിയ ആള് മുആവിയ റളിയല്ലാഹു അൻഹു ആണെന്ന് മനസ്സിലായി. മുടി കളഞ്ഞു കൊടുത്തു എന്നാണ് ഉദ്ദേശം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്. പിന്നെ മർവയുടെ അരികിലാണ് എന്ന് പറഞ്ഞപ്പോ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഉംറ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറയുന്നത് ആ ഉംറ മർവന്റെ അടുത്തുനിന്നുള്ള പിന്നെ വെട്ടലും. കാരണം തവാഫ് കഴിഞ്ഞാല് കഅബ തവാഫ് കഴിഞ്ഞാൽ പിന്നെ സഅയും കഴിഞ്ഞാൽ ഉംറയായി. രണ്ട് കാര്യം ഉംറയിൽ പ്രധാനപ്പെട്ടത്. പിന്നെ മുടി കളയാം. അപ്പം മർവയുടെ അരികിലാണ് വെട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അത് ഉംറത്തുൽ ജിറാനയിൽ വറ്റായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് മക്കം ഫതഹിന്റെ അന്ന്. അതാണ് പ്രബലമായ വീക്ഷണം. ഈ വെട്ടല് ആവുന്നാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ വെട്ടി എന്ന് പറഞ്ഞാൽ വെട്ടൽ തന്നെ ആവാം, കളച്ചില് അല്ല എന്നും വെക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറയുകയാണ്, ഫി ഹജ്ജത്തുൽ വദാഇ അല്ലാഹുമ്മ റഹ്മിൽ മുഹല്ലിഖീൻ, മുടി കളയുന്നവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണേ. ഖാലു, അപ്പൊ സഹാബികൾ പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, വെട്ടുന്നവർക്കും നബിയേ. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മിൽ മുഹല്ലിഖീൻ, മുടി കളയുന്നവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ. ഖാലു, അപ്പൊ അവര് വീണ്ടും പറഞ്ഞു, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്, മുടി വെട്ടുന്നവർക്കും നബിയേ. ഖാല വൽ മുഖസ്സിരീൻ, മൂന്നാമത് പറഞ്ഞപ്പോ നബി തങ്ങൾ വെട്ടുന്നവർക്കും പറഞ്ഞു. അപ്പൊ രണ്ട് വട്ടവും റഹ്മത്തിന്റെ ദ്വാരന്നത് കളയുന്നവർക്കും. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. യഹ്യ ഇബ്നു അൽ ഹുസൈനി എന്നവരെ തൊട്ട് ജദ്ദത്തിഹി, അവരുടെ വല്ലിമ്മയെ തൊട്ട് റളിയല്ലാഹു അൻഹാ സമിഅത്,
ആരാണ് ഈ വല്യമാനെ ഉമ്മുൽ ഹുസൈൻ ബിൻത് ഇസ്ഹാഖ് അഹ്മസി. അവര് ഹജ്ജത്തുൽ വദാഇൽ നബി തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഏതായിരിക്കട്ടെ, അവര് അവർ കേട്ടു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫി ഹജ്ജത്തുൽ വദാഇ ഹജ്ജത്തുൽ വദാഇൽ പറയുന്നു, ദആ നബി തങ്ങൾ ദുആയിരുന്നിരുന്നു, ലിൽ മുഹല്ലിഖീന മുടി കളയുന്നവർക്ക് സലാസത്ത് 3 വട്ടം, വലിൽ മുഖസ്സിരീന മുടി വെട്ടുന്നവർക്ക് മർറത്തൻ വാഹിദത്തൻ ഒറ്റവട്ടം. റവാഹു മുസ്ലിം. അവർ കളയലാണ് ഏറ്റവും പുണ്യം. അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താമിനൻ മിനയിൽ വന്നു, ഫഅത്തൽ ജംറത്ത ജംറന്റെ അടുത്ത് വന്നു, ഫറമാഹ ജംറ എറിഞ്ഞു, സുമ്മ അത്താ മൻസിലഹു പിന്നെ നബി തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് വന്നു, മിനയിലുള്ള വനഹറ നുസുകഹു നബി തങ്ങളുടെ അറവ് മൃഗത്തെ അറുത്തു, സുമ്മദാ ബിൽ ഹല്ലാഖി പിന്നെ മുടി കളയുന്നവരെ വിളിച്ചു, വനാവലൽ ഹാലിക കളയുന്നക്ക് നബി തങ്ങൾ ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, ശിഖ്ഖഹുൽ അയ്മന വലത്തെ ഭാഗം. അപ്പൊ മുടി കളയുമ്പോൾ വലത്തെ ഭാഗമാണ് ആദ്യം കളയുന്നത്. സുമ്മദാ അബൂ തൽഹത്തുൽ അൻസാരിയ പിന്നെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഫഅതാഹു ഇയ്യാഹു ആ മുടി അദ്ദേഹത്തിന് നൽകി, തുമ്മനാവല ശിഖ്ഖൽ ഐസറ പിന്നെ ഇടത്തെ ഭാഗത്തെ നബി തങ്ങൾ നൽകി, ഫഖാല ഇഹ്ലിഖ് ഇവിടെ കളയൂ എന്ന് പറഞ്ഞു, ഫഹലഖഹു അവിടെയും കളഞ്ഞു, ഫഅതാഹു അബൂ തൽഹത്ത അത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് നൽകി. നേരത്തെ അബൂ തൽഹക്ക് തന്നെ നൽകിയത്, ഇത് അബൂ തൽഹക്ക് നൽകിയിട്ട് തങ്ങൾ പറഞ്ഞു, ഫഖാല യഖ്സിംഹു ബൈനന്നാസ് ഇത് ജനങ്ങളുടെ ഇടയിൽ ഓഹരി ചെയ്തു കൊടുക്കുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് പല പ്രത്യേകതയുണ്ട്. നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഹാബിയായിരുന്നു. നബി തങ്ങളുടെ ഖബർ കുഴിച്ചത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവാണ്. ഫിലിസ്റ്റിക പാകിയതും അതുപോലെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അവിടുത്തെ ഭാര്യ നബി തങ്ങളുടെ മകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അങ്ങനെയുള്ള വലിയ മഹാനാണ് അവർ. ഏതായിരിക്കട്ടെ, നബി തങ്ങളെ അവിടുത്തെ മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി അടുത്ത ഭാഗത്തുള്ള മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ അവിടെ തന്നെ കൽപ്പിക്കണം. അപ്പോ ബർക്കത്തിന് വേണ്ടി. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി ആസാരിഹി നബി തങ്ങളുടെ ഷായറും വാറൊക്കെ കൊണ്ട് ബർക്കത്തെടുക്കുന്നതിന് വലിയ തെളിവാണെന്ന് പണ്ഡിതന്മാർ ഇത് പറയുന്നു. ഇനി മറ്റൊരു ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹാ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്ന കാലത്ത് കുൻതു തയ്യിബു റസൂലല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് സുഗന്ധം പൂശിക്കൊടുക്കും. ഖബല അയ്യുഹരിമാ നബി തങ്ങളെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പൊ ഭാര്യ ഭർത്താവിന് സുഗന്ധം പൂശിക്കൊടുക്കും. വയൗമൻ നഹരി ഇഹ്റാം ചെയ്യണ മുമ്പ് സുഗന്ധം പൂശിക്കൊടുക്കാന്ന് മനസ്സിലായി. ഇഹ്റാം ചെയ്താൽ പിന്നെ പറ്റില്ല. ശരീരത്തിലായിരിക്കും പൂശുന്നത്. വസ്ത്രം അയക്കുന്ന വസ്ത്രത്തിൽ പൂശി പിന്നെ ധരിക്കുമ്പോ പ്രശ്നമാണ്. ശരീരത്തിലൊക്കെ പൂശ. അപ്പൊ യൗമൻ നഹരി പെരുന്നാളിന്റെ അന്നും സുഗന്ധം പൂശും. പെരുന്നാളിന്റെ അന്ന് ഒന്നാം തഹല്ലുലാവും, ഒന്നാമത്തെ വിരമിക്കല് വരും. അന്നാണ് ഈ മുടി കളയലൊക്കെ വരുന്നത്. പിന്നീട് കഅബ തവാഫൊക്കെ ചെയ്യാൻ പോകും. പിന്നെ മിനയിലേക്ക് അന്ന് ജംറകൾ, പിന്നെ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസമൊക്കെ എറിയാം. അപ്പൊ അതില് പെരുന്നാളിന്റെ അന്ന് ഒരു മുടികളച്ചിൽ വരും. ഒന്നാം വിരമിക്കൽ വന്നു. വയൗമൻ നഹരി പെരുന്നാളിന്റെ അന്ന് ആ മുടി കളയൽ കഴിഞ്ഞാല് പിന്നെ സുഗന്ധക്ക പൂശ. ഖബല യതൂഫ ബിൽ ബൈത്തി കഅബ തവാഫിന് പോകണ മുമ്പ്, ഇഫാദത്തിന്റെ തവാഫ് നിർബന്ധമായ തവാഫാണ് പെരുന്നാൾക്ക് ചെയ്യുന്ന. അതിലേക്ക് പോകണ മുമ്പ് നബി തങ്ങള് പെരുന്നാൾക്ക് അറഫയിൽ നിന്നും പിന്നെ മുസ്ദലിഫയിലൂടെ വന്നിട്ട് പെരുന്നാളിന്റെ അന്ന് എന്ത് ചെയ്യും? ജംറത്തുൽ അഖബനെ എറിയും. ജംറത്തുൽ അഖബനെ എറിഞ്ഞിട്ട് മൃഗത്തെ അറുത്ത് മുടി കളയും. അപ്പോ
പിന്നെ തവാഫിന് പോകും. അപ്പൊ മുടി കളയണം, തവാഫിന് പോകണ മുമ്പ് മുടി കളിച്ചിട്ട് നടന്നു. അപ്പൊ എന്തുവാ, സുഗന്ധം പൂശി. ബിത്തീബിൻ ഫീഹി മിസ്കുൻ, എന്ത് സുഗന്ധം, കസ്തൂരിയുടെ വാസനയുള്ള സുഗന്ധമായിരുന്നു. മുത്തഫഖുൻ അലൈഹി. അപ്പൊ പെരുന്നാക്കന്റെ സുഗന്ധമൊക്കെ പൂശ തഹല്ലുലിന് ശേഷം. ഇനി മറ്റൊരു ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഫാദത്തിന്റെ തവാഫ് ചെയ്തു. യൗമൻ നഹരി, പെരുന്നാളിന്റെ അന്ന്. തുമ്മ റജഅ, പിന്നെ നബി തങ്ങൾ മിനയിലേക്ക് അങ്ങോട്ട് മടങ്ങി. ഫസല്ലൽ ളുഹ്റ ബിമിന, ളുഹ്ർ മിനയിലാണ് നിസ്കരിച്ചത്. അപ്പോ രാവിലെ തന്നെ വേഗം പോയിട്ടുണ്ടാവും, ഈ ഏറ് കഴിഞ്ഞ പാട്. ജംറായെ എറിഞ്ഞതിന് ശേഷം വേഗം തവാഫ് ചെയ്യാൻ പോയി. അൽ ഫസ്ലുത്താനി, രണ്ടാമത്തെ ഭാഗം, അൻ അലി റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹാ, രണ്ടാളും ഖാല, അവർ രണ്ടുപേരും പറഞ്ഞ ഹദീസ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വിരോധിച്ചു, തഹ്ലിഖൽ മർഅത്തു, സ്ത്രീ കളയലിനെ, റഅസഹ, അവളുടെ തല. സ്ത്രീകൾ തല മുഴുവനും കളയണ്ട, വെട്ടിയ മതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നു, ലൈസ അലൻ നിസാഇൽ ഹൽഖു, സ്ത്രീകളുടെ മേൽ കളയലില്ല. ഇന്നമാ അലൻ നിസാഇ, നിശ്ചയം സ്ത്രീകളുടെ മേലിൽ ഉണ്ട്, അത്തഖ്സീറു, വെട്ടൽ. മൂന്ന് മുടിയുടെ തല വെട്ടിയാൽ മതി, അല്ലെങ്കിൽ എല്ലാ മുടികളുടെയും തല വെട്ടിയാലും മതി. അതാണ് നല്ലത്. റവാഹു അബൂ ദാവൂദ് വദാരിമി. വഹാദൽ ബാബു ഖാലിൻ മിനൽ ഫസ്ലി സാലിസി, ഈ ബാബ് മൂന്നാം ഫസ്ലിൽ ഇല്ല, മൂന്നാം ഭാഗം ഇതിലില്ല. സാധാരണ എല്ലാ അധ്യായത്തിലും മൂന്നാം ഭാഗമൊക്കെ ഉണ്ടാകലുണ്ടല്ലോ. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട മുടി കളയലുമായി ബന്ധപ്പെട്ട മിഷ്കാത്തിൽ പറഞ്ഞ ഹദീസുകൾ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ.